ഒരു സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ അനന്തപുരി ഹിന്ദു സമ്മേളനത്തെപ്പറ്റി മുൻ ദിവസങ്ങളിൽ പറഞ്ഞതിൽ മറ്റൊന്ന് കൂടുതലായി ഒന്നും പറയാനില്ല. ആദ്യത്തെ 1-ാം ദിവസത്തെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ വിശദമായി തന്നെ സ്വാഗത സംഘം ചെയർമാൻ എന്ന ഗിരീഷ് ജി വളരെ ഏറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. ഈ സമ്മേളനത്തിൻ്റെ ഈ ഇന്നത്തെ അധ്യക്ഷൻ തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു ഗുരുനാഥനാണ് അനന്തപുരിയിലെ ജനങ്ങൾക്ക് എന്ന് തന്നെ എല്ലാവർക്കും അറിയാം. ആയതിനാൽ കൂടുതൽ അദ്ദേഹത്തെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിലുപരി തിരുവനന്തപുരം നഗരസഭയിലെ ഒരു മുതിർന്ന കൗൺസിലർ എന്ന് തന്നെ പറയാം. അതിലുപരി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കും ഏകദേശം ആൾക്കാരും എന്നാണ് തിരുവനന്തപുരത്ത് തന്നെ പറയുന്നത്. ശ്രീ അശോക് കുമാർ സാർ, അദ്ദേഹത്തെ ഈ വേദിയിലെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ശ്രീ സാധ്വി നിരഞ്ജൻ ജ്യോതി എത്തിയിട്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് യാത്രയിലാണ്. ഉടനെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അവർക്കും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് കുറച്ചു മുമ്പ്, അതായത് നമ്മുടെ സെമിനാർ നടക്കുന്ന സമയത്ത് അതിന് നമുക്ക് കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടു. സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ നാവിൽ നിന്ന് എന്താണോ നമുക്ക് കിട്ടുന്നത് അത് ഈ സ്വാമിയിൽ നിന്ന് കിട്ടി എന്നാണ് ഞാൻ അവരെ കാണുമ്പോൾ കേൾക്കുന്നത്. ആ രീതിയിലുള്ള സനാതന മഠം, ശ്രീ ശാരദാനന്ദ മഠം, വിഷജ്ഞാന സനാതാലയം പത്തനംതിട്ട, ജ്ഞാനാപനിഷ്ഠ സ്വാമിജിയെ ഈ സമ്മേളനത്തിന് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞങ്ങളോടൊപ്പം തുടക്കം തന്നെ ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ചു കൊണ്ടിരിക്കുന്നതും കൂടുതൽ ആശയങ്ങൾ നമുക്ക് തരുന്നതും ആയ ഡൽഹിയിലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനും മീഡിയ PR എൻ്റർപ്രണർ ന്യൂഡൽഹി ശ്രീ പ്രദീപ് നമ്പ്യാർ അവർക്കും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനായ മൗനയോഗി സ്വാമി ഹരിനാരായണജി അവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബോംബെയിൽ നിന്നും എത്തിയിട്ടുണ്ട്
പരിചയപ്പെടാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞു. ശ്രീ KGK കുറുപ്പ് അദ്ദേഹത്തിന് ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പരിചയപ്പെടുത്തേണ്ടത് ശ്രീ ലയൺ കുമാരൻ നായർ സാർ അവർകളാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഈ മഹാസമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പരിചയപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ഒരു സഹോദരനായും പ്രവർത്തനങ്ങളിലും ഒരു സാമൂഹ്യ പ്രവർത്തകനായും, അത് കേരളത്തിലല്ല, തിരുവനന്തപുരത്തിലല്ല, ഗുജറാത്തിൽ നിന്നും ഒരു വ്യവസായിയായി തുടങ്ങി ഞങ്ങളോടൊപ്പം എല്ലാ വർഷവും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ഹരിഭായി നായർ അവർക്കും ഈ മഹാസമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഞങ്ങളോടൊപ്പം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒരുപോലെ ഒരു കുറവും വരുത്താതെ തന്നെ എന്നും തിരുവനന്തപുരത്ത് മാത്രമല്ല, അല്ലെങ്കിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ മാത്രമല്ല, അതിലുപരി കേരളത്തിലും കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് നൂറൽ ഇസ്ലാം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുടെ ഒരു അമരക്കാരൻ അദ്ദേഹം ശ്രീ MS ഫൈസൽ ഖാൻ എത്തിയിട്ടില്ല. അതിന് പകരമായി നിംസ് മെഡിസിറ്റിയുടെ തന്നെ ജനറൽ മാനേജർ ശ്രീ ഡോക്ടർ KA സജു അവർക്കും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേന്ദ്ര സഹമന്ത്രി എത്തിയിട്ടുണ്ട്. Our chief guest, Minister for Consumer Affairs, Food and Civil Supplies, സ്വാതി നിരഞ്ജൻ ജ്യോതി മാഡം എത്തിയിട്ടുണ്ട്. എല്ലാ വിശിഷ്ട വ്യക്തികളും ചേർന്ന് അഭദ്രദീപം കൊളുത്തി ഇന്നത്തെ ഈ ചടങ്ങുകൾ ഔപചാരികമായി തുടങ്ങുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി അഖിലേഷ് ശ്രീകുമാർ. जयति जय जय मा सरस्वती, जयति जय जय मा सरस्वती, जयति वीणाधारिणी, जयति वीणाधारिणी, जयति पद्मासिनी माते, जयति पद्मासिनी माते, जयति शुभवरदायिनी, जयति जय जय मा सरस्वती,
जयति वीणाधारिणी സ്വാമി വിവേകാനന്ദനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചു വിവേകാനന്ദൻ. ശ്രീ ആർ ജഗന്നാഥ്, കേന്ദ്രീയ വിദ്യാലയ 7th സ്റ്റാൻഡേർഡ്. നിറഞ്ഞ കയ്യടികളോടെ കുട്ടിയെ വേദിക്കണം. ഇങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ വരുന്ന തലമുറയുടെ സംരക്ഷകർ. Sisters and brothers of America, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. I thank you in the name of the most ancient order of monks in the world. I thank you in the name of the mother of religions. And I thank you in the name of the millions and millions of Hindu people of all classes and sects. My thanks also to some of the speakers on this platform who, referring to the delegates from the Orient, have told you that these men from far off nations may well claim the honor of bearing to different lands the idea of toleration. I am proud to belong to a religion which has taught the world both tolerance and universal acceptance. We believe not only in universal toleration, but we accept all religions as true. I am proud to belong to a nation which has sheltered in the persecuted and the refugees of all religions and all nations of the earth. I am proud to tell you that we have gathered in our bosom the purest remnant of the Israelites, who have came to southern India and took refuge with us in the very year in which their holy temple was shattered to pieces by Roman tyranny. I am proud to belong to a religion which has sheltered and is still fostering the remnant of the grand Zoroastrian nation. I will quote to you, brethren, a few lines from a hymn which I remember to have repeated from my earliest boyhood, which is every day repeated by millions of human beings. As the different streams having their sources in different places all mingle their water in the sea, so, O Lord, the different paths which men take through different tendencies, various though they appear, crooked or straight, all lead to thee. The present convention, which is one of the most august assemblies ever held, is in itself a vindication, a declaration to the world of the wonderful doctrine preached in the Gita. Whosoever comes to me through whatsoever form, I reach him. All men are struggling through paths which in the end lead to me. Sectarianism, bigotry, and its horrible descendant, fanaticism, have long possessed this beautiful earth. They have filled the earth with violence, drenched it often and often with human blood, destroyed civilizations, and sent whole nations to despair. Had it not been for these horrible demons, human society would be far more advanced than it is now. But their time is come, and I fervently hope that the bell that tolled this morning in honor of this convention may be the death knell of all fanaticism and all persecutions with the sword or with the pen,
and of all uncharitable feelings between persons wending their way to the same goal. Thank you. That was the reproduction of the famous speech given by Swami Vivekananda at America. So we should give him a big round of applause because we are very happy such an young boy is able to recollect him and he is able to, what I do say, instigate our thoughts. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ പി അശോക് കുമാർ നമ്മൾക്കെല്ലാം മാതൃകയായ അശോകേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമാരാധ്യയായ കേന്ദ്ര സഹവകുപ്പ് മന്ത്രി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഗുരുതുല്യരായ ജ്യേഷ്ഠ സഹോദരന്മാരും സഹോദരിമാരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അതോടൊപ്പം സദസ്സലങ്കരിക്കുന്ന ഗുരുനാഥന്മാരെയും സഹോദരി സഹോദരന്മാരെയും അമ്മമാരെയും ഞാൻ പ്രണമിക്കുന്നു. ഇതിനെല്ലാം കാരണഭൂതനായ ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് 11ാമത് ഹൈന്ദവ മഹാസമ്മേളനത്തിൻ്റെ 4ാം ദിവസമായ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഇവിടെ നിൽക്കുന്നത് ഹൈന്ദവ സമ്മേളനം ചേങ്കോട്ടോണം മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങുന്ന അന്നു മുതൽ ഈ നിമിഷം വരെ അതിൻ്റെ ചലനങ്ങൾ പങ്കെടുക്കുവാനും സഹകരിക്കുവാനും ഉള്ള മഹാഭാഗ്യം ജഗതീശ്വരൻ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും സ്മരിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ശംഖുമുഖം ദേവീക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പോപ്പ് വരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇവിടുത്തെ ചില മതമേലധ്യക്ഷന്മാർ പോഡിയം നിർമ്മിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായി ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുവാൻ ശ്രമിച്ച സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ നിലയ്ക്കല് കുരിശു നാട്ടാൻ വന്നപ്പോഴത്തേക്ക് അതിനെതിരായിട്ട് ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുവാൻ ശ്രമിച്ച സത്യാനന്ദ സരസ്വതി സ്വാമികൾ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആ സമയത്ത് നേരിടേണ്ടി വന്ന ചില കാര്യങ്ങൾക്കെതിരായി ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുവാൻ ശ്രമിച്ച സത്യാനന്ദ സ്വാമികൾ, ഇതിനൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഈ ഹൈന്ദവ മഹാസമ്മേളനം. ഹൈന്ദവരുമായിട്ട് വികാരം പങ്കിടുന്ന എല്ലാ നേതാക്കന്മാരെയും ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ ക്ഷണിക്കുകയും അവരെ കൊണ്ട് ഉദ്ബോധനങ്ങൾ നടത്തുകയും അങ്ങനെ ഇതൊരു മഹാസമ്മേളനമാക്കി മാറ്റാൻ ശ്രമിച്ചതാണ് സ്വാമി സത്യാനന്ദ സരസ്വതി. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം കുറച്ച് നാള് ഇത് ഏറ്റെടുക്കുവാൻ ആരുമില്ലാതിരുന്ന സമയത്താണ് ബഹുമാന്യനായ ഗോപാൽജി എന്തും വരട്ടെ എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഈ സമ്മേളനം ഏറ്റെടുക്കുകയും അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്ത് എന്നൊരു ഓർഗനൈസേഷൻ പുനരാരംഭിക്കുകയും അതിൻ്റെ പേരിൽ ഈ സമ്മേളനം നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ വലിയൊരു മനസ്ഥിതിയുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നൽകണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു വർഷം ഹൈന്ദവർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും 6-7 ദിവസം ഇവിടെ നടക്കുന്ന സമ്മേളനത്തിൽ പുനർചിന്തിക്കുകയും
അതിന് എന്ത് പരിഹാരം കണ്ടെത്തണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു മഹായജ്ഞവേദിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഹൈന്ദവ സമ്മേളനം. ഇതിൽ എനിക്കൊരു പ്രാർത്ഥന ഇവിടുത്തെ ഹൈന്ദവരുടെ മുമ്പിൽ വയ്ക്കുവാനുള്ളത്, ഇതിൽ പരിപൂർണമായിട്ട് സഹകരിക്കണം. ഇതിൽ പങ്കാളികളാണ്. ഇത് നിങ്ങളും കൂടി ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. ഈ സമ്മേളനത്തിന് ചിന്മയൻ സ്വാമിജിയോട് കടപ്പാടുണ്ട്, അഭേദാനന്ദ സ്വാമിജിയോട് കടപ്പാടുണ്ട്. തുടക്കം സത്യാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങിയെങ്കിൽ പോലും അവരോടെല്ലാം നമുക്ക് കടപ്പാടുണ്ട്. അവരെല്ലാം ഒരു വിധത്തിൽ ഈ സമ്മേളനത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവരെയൊക്കെ സ്മരിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് സന്യാസി വര്യന്മാരുണ്ട്, സന്യാസിനിയുണ്ട്, അതുപോലെ തന്നെ കേന്ദ്രത്തിലെ ഭക്ഷ്യവകുപ്പ് സഹമന്ത്രി ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം നാളെ നമ്മുടെ പ്രിയങ്കരനായ മോദിജി വരുന്നതിൻ്റെ തിരക്കിലാണ്. അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളുമായിട്ട് ഏറ്റുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാന്യനായ ഗോപാൽജി ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കണം എന്നാവശ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പദവി ഏറ്റെടുത്തത്. ഞാൻ കൂടുതൽ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ധാരാളം ഗുരുനാഥന്മാർ ഇന്ന് ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാനുണ്ട്. അവരുടെ മുമ്പിൽ വഴിമുടക്കുവാൻ ഞാനൊരു തടസ്സക്കാരനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു പ്രാർത്ഥന മാത്രം ഹൈന്ദവ ജനങ്ങളുടെ മുമ്പിൽ വച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനം നാൾക്കുനാൾ അതിഗംഭീരമായ ഒരു സമ്മേളനമായി മാറ്റാൻ ഇപ്പം ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സമ്മേളനം, ലോകം മുഴുവൻ ആകർഷിക്കുന്ന ഒരു സമ്മേളനമാക്കി മാറ്റാൻ എല്ലാവരും കൈകോർക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഭാരത്. मैडम, ये 11वां हिंदू सम्मेलन है तिरुवनंतपुरम का. एक्चुअली इस टाइम में हमने मेन कैप्शन ये दिया था कि नारी शक्ति फॉर राष्ट्र पुनर्निर्माण. हमको बहुत खुशी है कि व्हेन वी आर सेलेक्टिंग सच ए सब्जेक्ट, द रियल नारी शक्ति हैज कम फॉर आवर सपोर्ट. इन्होंने 1990 में പൊളിറ്റിക്കൽ ഫീൽഡ് में എൻ്റർ किया था. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അലയടിച്ച രാമജന്മഭൂമി പ്രക്ഷോഭത്തിലെ उत्तर प्रदेश में सबसे आगे नारियों को नेतृत्व देके सबका देश का पूरा अटेंशन लिया हुआ एक पुण्य जन्म है ये. हम लोगों को इससे ज्यादा क्या चाहिए? आप हमारे साथ आए और आपको लगता होगा हम कैसे हिंदी बोल देंगे. सर मैडम, हम भी भारत का ही है. केरला को अलग करके स्टेट नेशन करने के लिए कोई ट्राई कर रहा है. हम लोग जब तक जिंदा है ये अलग होने नहीं देंगे. हमको एक ही है, हम भारत के बच्चे हैं. इधर एक एक बच्चे लोग वो हिंदू है तो हिंदी है तो भारतीय भी है. हमारे पूरा लोगों को एड्रेस करने के लिए मैं आपको विनती करता हूं. जय श्री राम. जरा जोर से बोलिए, जय श्री राम. भारत माता की, भारत माता की. भगवान परशुराम पद्मनाभ भगवान की,
आज के इस हिंदी समझ में आ रही ना? जरा हाथ खड़ा करें। हिंदी केरल के बहुत अच्छे लोग हैं। आज के इस हिंदू महासम्मेलन में अभी जिनका उद्बोधन सुन रहे थे श्री पी अशोक कुमार जी, मंच पर उपस्थित स्वामिनी देवी ज्ञान आभा निष्ठा जी, श्री मौनी योगी स्वामी हरि नारायण जी, श्री हरि भाई नायर जी, श्री प्रदीप नाम्बर जी, प्रोफेसर कुम्मा जी, श्री कुमार नायर जी, डॉक्टर साजू जी तथा इस कार्यक्रम के आयोजक संयोजक हिंदू महासम्मेलन के समस्त हिंदू भाइयों, उपस्थित सामने बैठे हुए माताओं बहनों एवं भाइयों, केरल एक अपने आप में ऐतिहासिक पौराणिक संस्कृतियों से परिपूर्ण केरल है, जहां केरल के अंदर भगवान परशुराम द्वारा बनाया गया भगवान का अपना देश तिरुवनंतपुरम, केरल की राजधानी भगवान पद्मनाभ स्वामी का जहां स्थान है, ऐसे स्थान को मैं नमन करती हूं। श्री पद्मनाभ स्वामी मंदिर, मजवागड़ी गणपति मंदिर, श्री कंटेश्वर शिव मंदिर से के मुख्य, जिनके मैं अभी दर्शन करके आई हूं, सचमुच में पुराना मंदिर अपनी पुरानी संस्कृति को संजोए हुए, जहां भगवान क्षीर सागर में शयन कर रहे हैं। सैया किसकी है? शेष नाग की सैया। शेष नाग का मतलब होता है, हमारे आध्यात्मिक में कहा गया है, नाइति नाइति, करते करते जो शेष बचे वही शेष नाग कहलाता है। ऐसे शेष सैया पर विराजित भगवान विष्णु, जिनकी नाभि से ब्रह्मा की उत्पत्ति हुई और ब्रह्मा जी ने फिर सृष्टि की रचना की। ऐसे इस केरल में अभी हमारे संचालक जी ने एक बात कही कि जब तक इस प्रदेश में हिंदू हैं, केरल अलग नहीं हो सकता। भाई, जो अलग करने का प्रयास कर रहे थे, मोदी है तो मुमकिन है 370 धारा खत्म करके कश्मीर को भी भारत का, जिसको अभिन्न अंग बोलते थे, वो भारत के समासात हो गया है। इस देश के तोड़ने के लिए अब किसी की हिम्मत नहीं है कि देश के किसी भी कोने में किसी भी राज्य को अलग करने की कोई कुचेष्टा करे, नहीं कर सकता। आज का कार्यक्रम नारी तू नारायणी, और ये बात सही है, या केरल प्रदेश अधिकांश जगहों पर, चाहे वो नेचुरोपैथी हो, एलोपैथी हो या कोई अन्य प्रतिष्ठान हो, सबसे ज्यादा यदि कहीं नारी सेवा करती हुई दिखाई पड़ती है तो केरल में पैदा होने वाली बेटियां हैं। और मैं अभिनंदन करती हूं देश के यशस्वी प्रधानमंत्री जी का। 2014 के बाद से आप कल्पना करिए, हरियाणा जैसे प्रदेश में
10 लड़के थे तो 9 बेटियां थी। बेटियों का अनुपात कम हो रहा था। और आप जानते हैं प्रकृति और पुरुष से सृष्टि बनती है, बिना प्रकृति के भगवान सृष्टि की रचना नहीं कर सकते। माननीय प्रधानमंत्री जी ने बेटी बचाओ बेटी पढ़ाओ का नारा दे करके आज भारत के अंदर पुरुष और महिलाओं की बराबरी हो चुकी है, कोई अब पीछे नहीं है। आज इस सम्मेलन में हिंदू धर्म परिषद ने केरल की इस अनंत संस्कृतियों को सजोए तिरुवनंतपुरम में जो एक कार्यक्रम किया है, इस कार्यक्रम के आयोजकों को मैं बधाई देती हूं। मुझे आदरणीय बी मुरलीधरन जी की तरफ से आदेश हुआ था कि यहाँ हिंदू सम्मेलन में आपको सम्मिलित होना है। मैंने कहा मैं जरूर आऊंगी, जबकि आज का कार्यक्रम मध्य प्रदेश में मेरा पीएम साहब के साथ मंच साझा करना था, तो मैंने कहा वहां ना जाकर के मैं केरल के यहाँ हिंदू सम्मेलन में सम्मिलित होंगी। भारत के अंदर यदि आप इतिहास उठा करके देखेंगे, चाहे वो महाभारत का कार्यकाल रहा हो, चाहे आजादी की लड़ाई का समय रहा हो, चाहे रामायण का कार्यकाल रहा हो, यदि नारी नहीं तो रामायण अधूरी, नारी नहीं तो महाभारत अधूरा, नारी नहीं तो आजादी की लड़ाई अधूरी। आप कहेंगे नारियों की भूमिका क्या रही है। मैं उस क्षेत्र से आती हूं जिस क्षेत्र में अंग्रेजों के दांत खट्टे करने वाली, सामना करने वाली महारानी लक्ष्मीबाई पैदा हुई है। और वो नारी अकेले नहीं थी, उसके अंदर ममता भी थी। यदि ममता नहीं होती तो युद्ध के क्षेत्र में अपनी ममता को, अपने बेटे को पीठ में बांध करके हाथ में नंगी तलवार लेकर के मैदान में उतरी थी। यह मेरे देश का गौरव रहा है। आज के दिन मैं ये कह सकती हूं कि भारत के यशस्वी प्रधानमंत्री जी जो भी योजनाएं दे रहे हैं, आवास हो, उज्ज्वला हो, शौचालय हो, उसमें 70% महिलाओं के नाम से दिया जा रहा है। और इतिहास में पहला है जहां सैनिक स्कूलों में बेटियों के पढ़ने का अधिकार नहीं था, उसको भी माननीय प्रधानमंत्री जी ने कहा सेना में जब बेटियां भर्ती हो सकती हैं तो सैनिक स्कूल में भी पढ़ेंगी। ये माननीय प्रधानमंत्री जी ने दिया। क्यों नारी के साथ इतना भेदभाव क्यों? ये हमारे समय का नहीं है। यदि हम इतिहास उठा करके देखें, मैं गार्गी को पाती हूं, जब याज्ञवल्क्य और जनक का संवाद होता है तो वहां गार्गी खड़ी होती है वेदांतवादिनी। मंडन मिश्र आदि गुरु आचार्य शंकराचार्य जी का शास्त्रार्थ होता है। दोनों के बीच में मध्यस्थता कौन करेगा? मंडन मिश्र की पत्नी ने कहा मैं करूंगी। यदि ये योग्य नहीं होती तो ऐसे अद्भुत विद्वानों के बीच में वो मध्यस्थता कैसे कर सकती थी? भोजन करने के लिए अपने पति को स्वामी बुलाती और आदि गुरु आचार्य शंकराचार्य जी को स्वामी जी कह के बुलाती। जब दोनों का शास्त्रार्थ होता, दोनों के गले में माला डालती। उसने कह दिया था जिसके गले की माला सूख जाएगी ये समझ लेना कि वो पराजित हो चुका है। एक दिन हुआ क्या, शास्त्रार्थ हुआ और मंडन मिश्र पराजित हो गए। उस दिन अपने पति को भी मंडन मिश्र की उभय भारती ने कहा स्वामी जी चलिए। मंडन मिश्र ने कहा
क्या मुझे तूने सन्यासी बना दिया क्या? उभय भारती ने कहा, पतिदेव अब तुम पराजित तो हो चुके हो शंकराचार्य जी से, अपने गली के माला देखिए। ये मेरे देश की नारी का इतिहास रहा है, ये मेरे देश की नारी का एक पौरुष रहा है, हर क्षेत्र में रहा है। कुछ कालखंड ऐसा आया जब हम गुलाम हुए, गुलामी के कालखंड में हमारी बेटियों को लोग लेकर के जाने लगे, तब हमारे देश में पर्दा प्रथा आई थी। ये पर्दा प्रथा मेरे देश की नहीं है, मेरे देश की संस्कृति नहीं है। यदि ये मेरे देश की संस्कृति होती तो राजा दशरथ के युद्ध के क्षेत्र में कैकेयी अपनी उंगली देने के लिए वहां नहीं जाती। ये मेरा देश महिलाओं की गौरव गाथा से भरा पड़ा हुआ है। केरल के लोग, मुझे मालूम है, यहां काम करना बहुत कठिन है, बहुत कठिनाई में आप लोग कर रहे हैं, फिर भी अपने हिंदू धर्म के लिए, राष्ट्र के लिए आप खड़े हैं। ये आपके अभिनंदन के आप पात्र हैं। मैं इतना आपसे कहना चाहती हूं कि परेशानी हो सकती है, परेशानी से सत्य कभी परेशान नहीं होता, सत्य परेशान हो सकता है, पराजित नहीं हो सकता है। ये हमेशा याद रखिएगा। और ये देश, हम कभी किसी के साथ पक्षपात नहीं करते। हम सरकार में यदि आवास हम दे रहे हैं तो सबको दे रहे हैं, राशन दे रहे हैं तो सबको दे रहे हैं, शौचालय दे रहे हैं तो सबको दे रहे हैं। लेकिन कुछ अराजक तत्व टाइप के लोग हैं जो देश को तोड़ने का षड्यंत्र रच रहे हैं। और ये केरल भी उससे अछूता नहीं है, जहां पीएफआई के लोग सक्रिय होकर के हमारी हिंदू लड़कियों को वर्गला करके ले जाते हैं, वहां अछूता नहीं है। मैं अभी आई थी एक बार 4-5 महीने पहले, भारतीय जनता पार्टी ओबीसी मोर्चा का प्रदेश अध्यक्ष, जिसके घर में घुस करके लोगों ने मारा था। मुझे मालूम है कि यहाँ कितनी कठिनाइयों से आप काम कर रहे हैं। यहाँ लोगों के हाथ भी काट दिए जाते हैं, माताओं के बेटे भी छीन लिए जाते हैं, फिर भी आप देश के लिए खड़े हैं। ये आपका पौरुष कभी व्यर्थ नहीं जाएगा। मैं आपके बीच में, कोल्लम में एक बार बहुत बड़ा हिंदू सम्मेलन हुआ था, जिसमें माननीय अशोक सिंघल जी को आना था, नहीं आ पाए थे। अशोक सिंघल जी ने मुझे भेजा था। उस कार्यक्रम में कम से कम 1 लाख लोग थे, जिसमें 50% महिलाएं थी। तो महिलाओं से कोई क्षेत्र खाली नहीं है। बस इतना ही है कि हमें सावधान रहने की जरूरत है। कुदृष्टि लोग डाले हुए हैं हमारी बहु बेटियों के ऊपर, उनसे सावधान रहने की जरूरत है। आज के इस हिंदू सम्मेलन में बहुत सारे विचार रखने का, बहुत सारे महापुरुषों ने रखे भी होंगे। यह देश संतों का देश है, यह देश ऋषियों का देश है, और ये प्रदेश जहां जगत गुरु सत्यानंद सरस्वती जैसे महापुरुष पैदा हुए हों, ये प्रदेश जहां शंकराचार्य जी जैसे महापुरुष आकर के आध्यात्मिक की अलग जगाई हो, यह प्रदेश जहां मसाले के नाम से जाना जाता हो। और मैं तो मानती हूं कि केरल मसाला देना बंद कर दे तो लोगों के भोजन का जायका खत्म हो जाएगा। जहां किसान मेहनत करता है, परिश्रम करता है, केरल शिक्षा की दृष्टि से
भारत के अंदर सबसे अच्छा प्रदेश है, जहां 95% लोग शिक्षा की तरफ जा रहे हैं। डॉक्टर्स यहाँ के अच्छे, बस दुर्भाग्य कि जो अच्छे डॉक्टर बनते हैं वो विदेश में जाके बस जाते हैं। सेवा करना चाहिए। जन्म जहां पर हमने पाया, अन्न जहां का हमने खाया, वस्त्र जहां के हमने पहने, वो है प्यारा देश हमारा, उसकी रक्षा हम करेंगे, उसकी रक्षा हम करेंगे। हम जिस देश में जन्म लेकर के बड़े हुए हैं, पले हुए हैं, क्या हमें उस देश की चिंता नहीं करनी चाहिए? आज बहुत बड़ी विडंबना है, पंजाब पूरा खाली होता जा रहा है। हम विदेश की तरफ भाग रहे हैं और विदेशी लोग हमारी तरफ आ रहे हैं, हमारी संस्कृति को अपना रहे हैं। वृंदावन में आकर के राधे राधे गा करके अपने आप को मस्ती प्राप्त कर रहे हैं। हम बाहर भाग रहे हैं पैसे के लिए। और याद रखिएगा, पैसे के लिए बाहर जा सकते हैं, लेकिन मन की संतुष्टि के लिए बाहर नहीं। मन में संतुष्टि चाहिए तो भारत भूमि में ही वापिस आना पड़ेगा। यही है, ये शांति का देश है, ये बुद्ध का देश है, ये गुरु नानक का देश है, ये गौतम का देश है, ये कराड़ का देश है, ये पद्मनाभ जी का देश है, ये सरस्वती सत्यानंद जी का देश है, ये स्वामी विवेकानंद जी का देश है, ये सरस्वती स्वामी दयानंद जी का देश है। कौन कहता है? एक समय था जब लोग जाते थे तो बहुत सारी सामग्री दूसरे देशों के लोगों से मिलने के लिए लेके जाते थे। आज गर्व करिए, मेरे देश के प्रधानमंत्री जी कहीं जाते हैं तो बहुत सामग्री लेकर के नहीं जाते, हाथ में भगवान कृष्ण की गीता वो लेकर के भेंट करके आते हैं। और वो देश वंचित हो ज्ञान से। जिस देश के पास गीता है, जिस देश के पास उपनिषद है, जिस देश के पास पुराण है, जिस देश के पास ऋषि हैं, वो देश अज्ञानी बना रहे, तो मुझे लग रहा है कि हमने अपने शास्त्रों का अध्ययन नहीं किया है, हमने पढ़ा नहीं है। तो मैं आपके बीच में निवेदन करने के लिए आई हूं कि जहां हम शिक्षा की तरफ जा रहे हैं, वहीं शिक्षित होने की भी जरूरत है। शिक्षित होने का मतलब है, जब हम बच्चों को पढ़ा रहे हैं, बच्चों के अंदर अच्छे संस्कारों की जरूरत है। एक छोटा सा बालक था, स्कूल में कॉपी पेन चुरा के लेके चला आता। बड़ा हुआ, चोरी करने की आदत पड़ गई, चोरी करते वक्त पकड़ा गया। पुलिस ने कहा क्या खाओगे, किससे मिलोगे? बोला मुझे कुछ भी नहीं खाना, मुझे मां से मिलना है। मां को बुलाया गया, मां दूर खड़ी है, बेटे को फांसी की फंदा लटका हुआ है, लटकने जा रहा है, मरने जा रहा है। मां रो रही है। बेटा कहता है मां तू रो क्यों रही है, मेरे पास आना। बेटे के पास मां गई, बेटे ने झकझोरना शुरू कर दिया। मां तिलमिला गई, बौखला गई। अरे बदतमीज कहीं के, तेरी ये फांसी का फंदा लटका हुआ है और अभी तेरी बदतमीजी नहीं कही। उस बेटे ने जानते हो क्या कहा? मां, यदि तूने मुझे बचपन में मेरा अवस्था देखा होता तो मेरी चोरी करने की आदत नहीं पड़ती। इस फांसी के फंदे पर पहुंचने के लिए आप दोषी हैं। यदि बचपन में मुझे आपने वर्जित किया होता, चोरी करने से रोका होता, तो आज मुझे फांसी के फंदे पर नहीं पहुंचना पड़ता। तो मेरा निवेदन है, हम बच्चों के अंदर अच्छे संस्कार दें। ये बच्चे क्या हैं? ये तुलसी के पौधे हैं। हम बच्चों को क्या संस्कार दे रहे हैं, कैसे बड़े कर रहे हैं, इन बच्चों के अंदर क्या संस्कार देने चाहिए, ये हमें स्वयं सोचना पड़ेगा। शिक्षा के साथ हमें अच्छे संस्कारों की भी जरूरत है। सुभाष चंद्र बोस, आजाद भगत सिंह जैसे महापुरुषों ने इस देश की आजादी के लिए अपने प्राणों की आहुति दे दी। क्या हम उस आजादी को अक्षुण्ण नहीं रख सकते हैं? कैसे रख पाएंगे? जरा याद करिएगा विद्यावती को,
जब बेटे की फांसी की फंदे में लटकने जा रहा है, मां विद्यावती मुस्कुरा रही हैं। लोगों ने कहा, मां तुम्हारा बेटा तो फांसी के फंदे पर लटकने जा रहा है। विद्यावती ने कहा, नहीं, मेरा बेटा मृत्यु की घोड़ी पर सवार होकर के आजादी की दुल्हन के साथ शादी रचाने जा रहा है। यह सोच थी उस मां की। जब वापिस आई, घर में रोने लगी। लोगों ने कहा, मां तुम तो वहां वीर की मां मर रही थी, अब रो क्यों रही हो? विद्यावती ने कहा, तुम्हें नहीं मालूम, मैं पुत्र की शहीदी पर नहीं रो रही हूं। इस कोख ने एक और पुत्र दिया होता तो उसको भी देश के लिए बलिदान कर देती। इस सोच के बल देश की आजादी मिली है, इस कुर्बानी के बल पर आजादी मिली है। हमें उस आजादी को कैसे अक्षुण्ण रखना है, ये हमें स्वयं सोचना पड़ेगा। आजादी आई थी लेकिन कायम थे गुलामी के रस में। आजादी मिलने के बाद भी हम गुलाम रहे। आज मैं गर्व से कह सकती हूं, विश्व के किसी कोने पर आप जाएंगे तो आपको सीना तान करके विदेश की धरती में लोग स्वागत करेंगे, क्योंकि ये माहौल देश के यशस्वी प्रधानमंत्री जी ने दिया है। केरल के सबसे ज्यादा बच्चे यूक्रेन में फंसे हुए थे। यदि देश की बागडोर मोदी जी के हाथ में नहीं होती, विदेश के अंदर संबंध अच्छे नहीं होते, तो अपने नागरिकों को कैसे बचा सकते थे? दोनों देशों को युद्ध रोकना पड़ा और अपने देश के नागरिक अकेले नहीं निकले। भारत के तिरंगे को लेकर के जो पाकिस्तान हमारे झंडे को देखना नहीं पसंद करता, उनके नागरिकों को भी निकलना पड़ा तो भारत का तिरंगा लेकर के निकले। ये माहौल दिया है भारत का माननीय प्रधानमंत्री जी ने, देश का गौरव बढ़ाया है। मैं माननीय प्रधानमंत्री जी की तारीफ करने के लिए नहीं हूं, मैं इसीलिए बात करी, पहले का समय भी हमने देखा है। मैं नाम नहीं लेना चाहती। इस देश के राष्ट्रपति यदि मुस्लिम कंट्री में जाते तो उनकी पत्नी को बाध्य किया जाता था, या तो बुर्का पहने, नहीं साड़ी पहन के हमारे देश में प्रवेश नहीं हो सकता है। आज क्या बदला है? आज उन्हीं देशों में देश के यशस्वी प्रधानमंत्री जी मंदिर का शिलान्यास करके आते, मंदिर बनवा करके आते। बदला क्या है? सोच बदली है, दिशा बदली है। तो आज हम लोग सौभाग्यशाली हैं। कल देश के यशस्वी प्रधानमंत्री जी आपको वंदे भारत देने के लिए आ रहे हैं। तिरुवनंतपुरम में वंदे भारत को हरी झंडी दिखाएंगे। वंदे भारत कहना तो गुनाह होता था तब। आज माननीय प्रधानमंत्री जी ने देश के लिए बहुत कुछ दिया है। मैं आप सबसे इतने निवेदन करती हुई वाणी पर विराम देती हूं, और शायद कोविड जैसी महामारी के समय पर देश की बागडोर देश के यशस्वी प्रधानमंत्री आदरणीय नरेंद्र भाई मोदी के हाथ में नहीं होती तो जितने लोग कोरोना से मरे थे उससे ज्यादा भूखमरी से मर जाते। आज भी 81 करोड़ लोगों को हम मुफ्त में राशन दे रहे हैं, गरीबों को दे रहे हैं, और ट्रेन भी चल रही है, रोड भी बन रहे हैं, हवाई पट्टियां भी बन रही हैं, मुफ्त में राशन भी दे रहे हैं, मुफ्त में गैस चूल्हा भी दे रहे हैं, मुफ्त में शौचालय भी दे रहे हैं, मुफ्त में किसानों के खातों में हर साल 6,000 रुपया भी जा रहे हैं। बदला क्या है? नियति बदली है, काम करने का तरीका बदला है। इसीलिए हमारी नीति भी अच्छी है, नियत भी अच्छी है, और देश के लिए सेवा करने की भी हमारी नीति है। यही कारण है कि आज देश के अंदर बहुत बड़े बड़े एयरपोर्ट, रोड, हाईवे, रेलवे स्टेशन सब कुछ होते हुए हम गरीबों के लिए भी काम कर रहे हैं। और मुझे उम्मीद है कि आपका संघर्ष व्यर्थ नहीं जाएगा। एक न एक दिन केरल में भी परिवर्तन जरूर होगा। आप
हताश मत होइएगा, क्योंकि कठिनाइयों में काम करने में कभी कभी आनंद भी आता है। और आप जिस परिस्थिति में काम कर रहे हैं, ये आप वंदनीय है। आपका अभिनंदन करती हूँ। मैं अधिक न कहते हुए यही मैं वाणी पर विराम देती हूँ। एक बार जरा मेरे साथ मुट्ठी बांध करके जय घोष करेंगे, भारत माता की, भारत माता की, वंदे वंदे वंदे, जय श्री राम। धन्यवाद। आपने सही बोला। हिंदू धर्म के अनेक योद्धाओं ने अपना जीवन ये छोटा सा स्टेट में खो दिया है। लेकिन अभी हम लोगों का इरादे आसमान से भी ऊंचे है, क्योंकि मोदी है तो मुमकिन है। हम लोग सेंट्रल गवर्नमेंट के सपोर्ट इतना हम लोगों को मिल रहे हैं, वी आर रेडी टू डाई फॉर द हिंदू धर्म। वो लेवल तक हम लोग पहुंच गए हैं। हमारे इरादे बहुत पक्के हो गए हैं। इतना अच्छा आपने हमको प्रबोधन दिया, इंस्पिरेशन दिया, उसके लिए आपको धन्यवाद देता हूं। और अभी വളരെ പ്രധാനപ്പെട്ട മൂന്നാല് അവാർഡ് പുരസ്കാര ചടങ്ങുകളാണ്. ശ്രീ ഗോപാൽജിയും രാജശേഖരൻജിയും വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ഗോപാൽജി, ചെയർമാൻ ഹിന്ദു ധർമ്മ പരിഷത്ത്, അദ്ദേഹം മന്ത്രിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ശ്രീ രാജശേഖരൻ ചേട്ടനും അടുത്തത് ആർഷധർമ്മ പുരസ്കാരം, ദ വൺ ആൻഡ് ഓൺലി അശോകേട്ടൻ. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹിന്ദു എന്താണ് എന്ന് തിരുവനന്തപുരത്ത് കാണിച്ചു കൊടുത്ത മഹത് വ്യക്തിത്വം. അദ്ദേഹത്തെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്തെ കേട്ടു വളർന്ന ഒരു ശബ്ദമാണ് പി അശോക് കുമാർ കൗൺസിലർ. ആ ശബ്ദം കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. അദ്ദേഹമായിട്ട് പ്രായത്തിൽ വലിയ വ്യത്യാസമൊന്നും എനിക്കില്ല, എങ്കിൽ പോലും ഞങ്ങളുടെയൊക്കെ ഒരു പ്രചോദനമായിരുന്നു. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നത് റെസ്പെക്റ്റഡ് മിനിസ്റ്റർ ഫോർ സിവിൽ സപ്ലൈസ് സ്വാതി നിരഞ്ജൻ ജ്യോതി. എനിക്കൊരു തെറ്റ് പറ്റുന്നത് അറിയാതെ ഞാൻ സ്വാതി റിതംബര എന്ന് പറഞ്ഞു പോകുന്നു. അതാണ് പറ്റുന്നത്. मेरे को बहुत बार ऐसा हो रहा है कि स्वाति रितंबरा बिकॉज मैं बचपन में वही यस, तो मैं मेरा मुंह में रितंबरा जी करके ही आ रहा है, क्योंकि 2-3 फंक्शन में उनका अटेंड किया है. आई एम वेरी सॉरी.
ഡോക്ടർ ഫൈസൽ പ്രഭാഷണത്തിനായി സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠ ശ്രീ ശാന്താനന്ദ മഠം സി കെ ഹരിയാനന്ദ് വിളിച്ചു വന്നത് ശ്രീ സി കെ ഹരി ആനന്ദ്, ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നത് മുംബൈയിലെ വിവിധ സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വവും അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യത്വപരമായ കാര്യങ്ങളിലും ഏർപ്പെടുന്ന ശ്രീ ലയൺ കുമാരൻ നായർ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി ഒന്ന് വേദിയിലേക്ക് വരണം. ഒന്ന് വേദിയിലേക്ക് വരണം. അദ്ദേഹത്തെയും ആദരിക്കുന്നു. ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവർക്ക്. രണ്ടുപേരുടെയും 50th ഇയർ ഓഫ് മാരേജ് ആണ്. ഞങ്ങളുടെയൊക്കെ ഗുരുതുല്യനായ കാരണവരാണ് മുംബൈയിൽ. സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠ സ്വാമിനിയെ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്റ്റേജിലിരിക്കുന്നവരുടെ എത്ര സമയം പറയണം?
ശ്രീ ശാന്താനന്ദ പരമഗുരവേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം വാക് യജ്ഞേന കൽപതാം. मंच पर विराजमान समादरणीय ऑनरेबल मिनिस्टर ऑफ स्टेट फॉर कंज्यूमर अफेयर्स, फूड एंड पब्लिक डिस्ट्रीब्यूशन साध्वी निरंजन ज्योति जी, स्वामी हरिनारायण जी, हरि भाई नायर जी, श्री प्रदीप नंब्यार, न्यू दिल्ली, समादरणीयनाय अध्यक्षन श्री पी अशोक कुमार जी, प्रोफेसर के कुरुप मुंबई, श्री लायन कुमारन नायर मुंबई, डॉक्टर के सजू GM मुंबई, श्री हरि भाई नायर गुजरात सोशल वर्कर, ഇവിടെ സാന്നിധ്യം ചെയ്തിരിക്കുന്ന സനാതന ധർമ്മ വിശ്വാസികളെ, अपने नाम जैसे पाप रहित ज्योति हृदय में जलाकर समाज सेवा करते हुए हम सबके दिल में राष्ट्र प्रेम की शक्ति, समाज सेवा की शक्ति जागृत करते हुए एक शक्तिशाली नारी शक्ति की भाषण हम लोगों ने सुना है. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ वो सुनते हुए मेरे दिल में ऐसे आया है कि भारत की एक संत पुत्र ने बताया था, ये भारत एक धरती का टुकड़ा नहीं है, जीता जागता राष्ट्र पुरुष है. इधर की कण कण हमारे लिए शंकर है. ये धरती वंदन की धरती है, अभिनंदन की धरती है. ये तर्पण की भूमि है, ये अर्पण की भूमि है. इधर हमारे हर एक नदियां हमारे लिए गंगा है. हम मरने के बाद भी गंगे में बहते हुए हमारे अस्थियों में कोई कान लगा के सुनोगे तो सुनाई देगा, भारत माता की जय. സത്യമാണ്. ആ രാഷ്ട്ര പ്രേമത്തിന്റെ ശക്തി, സാമാജിക സേവനത്തിന്റെ അഭികാമ്യത, നാരി ശക്തിയുടെ പ്രസക്തി, വിദ്യാഭ്യാസത്തിന്റെ അഭികാമ്യത ഒക്കെ വളരെ ഗംഭീരമായി പാപരഹിതമായിരിക്കുന്ന നിർമ്മല പന്ഥാവ്, ആർഷഭാരത സത്യദർശികളുടെ പന്ഥാവിൽ സഞ്ചരിക്കുന്ന സാധ്വി നിരഞ്ജൻ ജ്യോതിജി വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. അതെ, ട്രൂത്ത് ഓൺലി ട്രയംസ്. മാണ്ഡൂക്യ ഉപനിഷത്തിലെ സത്യമേവ ജയതേ. അതുകൊണ്ട് സനാതന ധർമ്മം എന്നും ജയിക്കും എന്നുള്ള മറ്റൊരു കാര്യം കൂടി വ്യക്തമായി ഉദ്ബോധിപ്പിച്ചു. ഇനി വിദ്യാഭ്യാസത്തെ കുറിച്ച് സാധ്വിജി പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ലൈയിങ് വിതിൻ. നമ്മളുടെ ഓരോരുത്തരിലും അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയുടെ അഭിവ്യക്തതയാണ് വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് സാധ്വിജി പറഞ്ഞത്, ശിക്ഷാ കെ സാത്ത് ശിക്ഷിത് ഭി ഹോനാ ഹേ. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന അദൃശ്യമായിരിക്കുന്ന അരൂപമായിരിക്കുന്ന ആ സത്യത്തെ ദർശിച്ചുകൊണ്ട് സകല ചരാചരങ്ങളെയും സ്നേഹത്തോടെ സേവന മനോഭാവത്തോടെ നോക്കിക്കാണുന്നതിന് നമുക്ക് കഴിയണം. അല്ല എങ്കിൽ നമ്മളുടെ രാജ്യം ഇനിയും ഉദ്ധരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് എല്ലാ തരത്തിലും
ഭാരതത്തിന്റെ അഭിമാനമെന്നോണം വളരെ ഗർവത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, ഭാരതം ആർഷ ഭാരതമാണ്, അഖണ്ഡ ഭാരതമാണ്. അഖണ്ഡ ഭാരതമായി വിരാജിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആന്തരിക ശക്തിയും ജ്ഞാന വിവേകങ്ങളും ആർജിക്കാതെ, ആന്തരിക ജ്ഞാന ശക്തിയും വിവേകവും ആർജിക്കാതെയുള്ള ബാഹ്യ പുരോഗതി കൊണ്ട് കാര്യമായ പ്രയോജനം ഇല്ല. ബാഹ്യമായ പുരോഗതി, സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല വേണ്ടത്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തിന് ഉപകരിക്കുന്നവരായി തീരണമെങ്കിൽ രാഷ്ട്രഭക്തി, സാമാജിക സേവ, ലോകക്ഷേമം, ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം ബ്രഹ്മമാണെന്ന് അറിഞ്ഞുകൊണ്ട് അനന്യമായി സേവനം നടത്തുന്നതിനുള്ള നിസ്വാർത്ഥത നാം ഓരോരുത്തരും വളർത്തിയെടുക്കണം. രാജ്യത്തിന്റെ അർത്ഥശക്തി നാരീ ശക്തി തന്നെയാണ്. ശക്തിക്ക് ഭേദമില്ല, ലിംഗഭേദമില്ല, ആത്മാവിന് ലിംഗഭേദമില്ല. ഇന്ന് രാവിലെ നടന്ന ആധ്യാത്മിക രംഗത്തെ സ്ത്രീ സാന്നിധ്യം എന്ന വിഷയത്തില് നാം 1 മണിക്കൂർ സംവദിക്കുകയുണ്ടായി. പക്ഷേ ഈ വേളയില് യഥാർത്ഥത്തിൽ വേദിയിൽ വളരെയധികം പേര് ഇരിക്കുന്നത് കൊണ്ട് എത്രമാത്രം സംഭാഷണം ചെയ്യാം എന്നറിയില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് 5 മിനിറ്റ് ആണ്. എങ്കിലും ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. തലമുറകളെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തം അമ്മമാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ സംസ്കാരത്തെ സ്വാധീനിക്കുന്നതിനുള്ള ശക്തി നാരിക്കാണ്. 9 മാസം ഒരു കുഞ്ഞിനെ, അത് പുത്രനാകട്ടെ പുത്രിയാകട്ടെ, ഗർഭത്തിൽ വഹിക്കുന്ന അമ്മ വഹിക്കുന്ന സ്ഥാനം വളരെ ഉത്തരവാദിത്തമുള്ളതാണ്. നമ്മളോട് ഇതിഹാസമായിരിക്കുന്ന മഹാഭാരതത്തിൽ കൂടി വ്യാസ മഹർഷി നമ്മളുടെ ഓരോരുത്തരുടെയും അടുത്തെത്തി പറഞ്ഞു, ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുന്നതിനുള്ള വിദ്യ അഭിമന്യു ഗർഭത്തിൽ കിടന്നപ്പോൾ ശ്രവണം ചെയ്തു. എന്നാൽ പുറത്തിറങ്ങുന്നതിനുള്ള വിദ്യ അഭിമന്യു കേട്ടില്ല, അതുകൊണ്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അസുരപത്നിയായ കയാധുവിന്റെ ഗർഭത്തിൽ കിടന്ന കുഞ്ഞ് സത്സംഗം ലഭിച്ചതിനാൽ, ഋഷിമാരുടെ സംഘം ലഭിച്ചതിനാൽ എന്തു ചെയ്തു? ഭക്തോത്തമനായ പ്രഹ്ലാദനായി മാറി. ഇന്ന് നമ്മളുടെ ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് 9 മാസം കൊണ്ട് ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണ് ആർജിച്ചെടുക്കുന്നത് എന്ന് അമ്മമാർ ശ്രദ്ധിക്കണം. അത് വിവാഹവേളയിൽ ആ കുഞ്ഞിനോട് പറഞ്ഞാൽ, പുത്രിയോടോ പുത്രനോടോ പറഞ്ഞാൽ അവർക്കിത് മനസ്സിലാക്കാൻ കഴിയില്ല. എപ്പോൾ പറഞ്ഞു കൊടുക്കണം? ഇപ്പോഴുള്ള അമ്മമാർ, ഇപ്പോഴുള്ള ഓരോ വ്യക്തിയും, അത് ചെറുപ്പമാകട്ടെ, യുവാവാകട്ടെ, യുവതിയാകട്ടെ, മധ്യവയസ്കരാകട്ടെ, വൃദ്ധനാകട്ടെ, ആരുമാകട്ടെ, ഇനി വരുന്ന തലമുറ വിവേകവും വിജ്ഞാനവും ആർജിച്ചുകൊണ്ട്, സനാതന ധർമ്മത്തിന്റെ സംസ്കാരം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട്, ആ സംസ്കാരത്തിന്റെ തേജസ് ലോകമാനവരാശിക്ക് പറഞ്ഞു കൊടുക്കും വിധം ജീവിക്കുവാൻ, സമാധാന സമ്പൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ അവരെ പ്രാപ്തരാക്കേണ്ട ഉത്തരവാദിത്തം നാം ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ഇത് കണ്ടില്ല എന്ന് നടിക്കരുത്, കേട്ടില്ല എന്ന് നടിക്കരുത്. വ്യാസൻ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ശരിയായ ആത്മവിദ്യ, ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുക്കാത്ത പിതാവ് പിതാവിന്റെ കർത്തവ്യം നിർവഹിക്കുന്നില്ല. ഗുരു ആത്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ഗുരുവിന്റെ കർത്തവ്യം നിർവഹിക്കുന്നില്ല.
അധ്യാപകൻ ഇത് ഉപദേശിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ അധ്യാപകന്റെ കർത്തവ്യം നിർവഹിക്കുന്നില്ല. ഇനി നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ചു നോക്കൂ, ഒരു സാമാജിക വ്യക്തി എന്ന നിലയിൽ നാം നമ്മുടെ കർത്തവ്യം നിറവേറ്റുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വേണ്ട ശിക്ഷണം നൽകുന്നുണ്ടോ? 9 മാസവും അവർ മൊബൈലിൽ ഒന്നിനൊന്നായി ഓരോ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പ്രക്ഷുബ്ധമായ അന്തരംഗത്തോടു കൂടിയാണ് വേണ്ടതും വേണ്ടാത്തതും അനാവശ്യവും ആയ കാര്യങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ആ സംസ്കാരത്തിന് അടിമയായി പോകുന്നു. എന്ത് കാണുന്നുവോ, എന്ത് കേൾക്കുന്നുവോ, എന്ത് പഠിക്കുന്നുവോ, എന്ത് ആഹാരത്തിൽ കൂടി ആർജിക്കുന്നുവോ, എന്തെല്ലാം ഉള്ളിലേക്ക് എടുക്കുന്നുവോ, അതൊക്കെ തന്നെയാണ് ഗർഭസ്ഥയായിരിക്കുന്ന ആ മാതാവിന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ സ്വാധീനിക്കുന്നത്. ഗർഭവതിയാകുമ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ഇന്നത്തെ സംസ്കാരം വെച്ച് നോക്കുകയാണെങ്കിൽ വിമൻ ലിബറേഷൻ മൂവ്മെന്റ് പാശ്ചാത്യ സംസ്കാരമായിരുന്നു. സ്ത്രീ വിമോചന പ്രസ്ഥാനം. ഈ സ്ത്രീ വിമോചന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് മോചനം വേണം. കേരളത്തിലേത് ചിന്തിക്കൂ, ഭാരതത്തിലേക്ക് ചിന്തിക്കൂ. സ്ത്രീക്ക് ശാരീരിക സ്വാതന്ത്ര്യം, മാനസിക സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ഏതൊക്കെ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കേണ്ടത്? ഇന്ന് നാം സംസ്കാരം എന്ന് പറയുന്നത് ആർഭാടപരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട്, തോള് കുലുക്കിക്കൊണ്ട്, അർത്ഥ വസ്ത്രധാരണിയായി, ആഷ്പൂഷ് ഇംഗ്ലീഷ് പറയുമെങ്കിൽ അത് സംസ്കാരമാണെന്ന് മാതാപിതാക്കൾ പോലും ധരിച്ചിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയാണ് വിദ്യ? എവിടെയാണ് സംസ്കാരം? എവിടെയാണ് വിദ്യാഭ്യാസം? ചിന്തിക്കണ്ടേ? ചിന്തിക്കണമോ? നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എന്താണോ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അവരായി തീർന്നുകൊണ്ടിരിക്കുന്നത്, അവരുടെ കുടുംബമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന തലമുറകളും അതായി തീരുന്നു. ഒരു കുഞ്ഞിനെ അല്ല കാണേണ്ടത്, ആ കുഞ്ഞിന്റെ കൊച്ചുമക്കൾ, അതിന്റെ തലമുറ. ഈ തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്ന ഉത്തരവാദിത്തമാണോ? ആർഷഭാരത ഋഷീശ്വരന്മാരുടെ രക്തം തന്നെയാണ് നമ്മളുടെ സിരകളിലൂടെ ഓടുന്നത്. ഓയി खूने हमारे सिरों में बहते हुए अभी भी चल रहा है. ആർഷ സത്യദർശിയോं का खून. നമ്മൾ ആ പാരമ്പര്യത്തിൽ ജനിച്ചവരാണെന്ന് മഹാഭാരതം പോലുള്ള ഇതിഹാസം പഠിക്കാതെ, പുരാണാദികൾ ഗ്രഹിക്കാതെ, വേദ ഉപനിഷത്തുകളിൽ പറഞ്ഞ മഹത്തായ തത്വങ്ങളെ ഹൃദയത്തിൽ വഹിക്കാതെ എന്തിനിങ്ങനെ അധപ്പതിപ്പിക്കുന്നു? സ്വയം അധപ്പതിക്കുന്നു. ശിക്ഷയുടെ കൂട്ടത്തിൽ ശിക്ഷണവും വേണം. അതുകൊണ്ട് സ്ത്രീ വിമോചനത്തിന്റെ പേരില് പാശ്ചാത്യ ദേശത്ത് നടന്നതെന്താണ്? കുടുംബ ശൈഥില്യം, സാമൂഹിക മൂല്യച്യുതി, ബന്ധങ്ങളിലെല്ലാം ശൈഥില്യം, സാംസ്കാരിക അധപ്പതനം. ഇന്നത് ഭാരതത്തിൽ ഒരു പരിധിവരെ വിമൻ ലിബറേഷൻ മൂവ്മെന്റ് ആണ് സ്ത്രീ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും കണ്ടില്ലെന്ന് നടിക്കരുത്. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് വേണ്ടത്, നാരിക്ക് വേണ്ടത് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ആണ്. ഇന്ന് വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തിക സ്ഥിരതയുണ്ട്, എല്ലാം ഉണ്ട്. ഇമോഷണൽ ഇൻഡിപെൻഡൻസ്, വൈകാരിക സ്വാതന്ത്ര്യം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ദുർബലയാകുന്ന അബലയല്ല സ്ത്രീ. സ്ത്രീ ശക്തിയാണ്. സ്ത്രീ ശക്തിയാണ്. ആ ശക്തി സ്വരൂപിണിയായി ഒരു ഗൃഹത്തിൽ അസമാധാനപരമായ സന്ദർഭം ഉണ്ടാകുമെങ്കിൽ അവിടെ ഒരു മാർഗദീപം പോലെ, ദീപസ്തംഭം പോലെ വിരാജിക്കാൻ കഴിയണം. എങ്ങനെയാണ് ഒരു കുടുംബത്തില് ഒരു ദീപസ്തംഭം, ഒരു ലൈറ്റ് പോൾ never gives any instructions, but it gives light to everyone and shows the right path. ഒരു ദീപസ്തംഭം എന്ന് പറയുമ്പോൾ അത് നിർദ്ദേശമല്ല കൊടുക്കുന്നത്, പിന്നെ എന്താണ് ചെയ്യുന്നത്? അത് മാർഗദർശിയാകുന്നു. ഒരു കുടുംബനാഥ, ഒരു ഗൃഹനാഥ, ഒരു മാതാവ് വെറുതെ മറ്റുള്ളവരെ പഴിചാരാതെ, പരിഭവിക്കാതെ, ആവലാദികൾ പുലമ്പിക്കൊണ്ടിരിക്കാതെ,
ആന്തരിക കരുത്തോടുകൂടി ഹൃദയ ദൗർബല്യങ്ങളെ ദൂരെ വലിച്ചെറിഞ്ഞിട്ട് എല്ലാവർക്കും ഊർജം പകരുന്ന ഒരു ഊർജ കേന്ദ്രമായി മാറണം. അവളുടെ ശക്തി സർവർക്കും പ്രയോജകീഭവിക്കണം. അങ്ങനെ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നേടിയാൽ അതുപോലെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് സങ്കുചിതമായ ഭൗതിക വിദ്യാഭ്യാസമല്ല, ആർഷ സനാതന സത്യത്തിന്റെ ജ്ഞാനം പകർന്നു കൊടുക്കാൻ കഴിയണം. ഓരോ സ്ത്രീയും ശ്രീമദ് ഭഗവത്ഗീത പറയുന്നുണ്ട്, ശ്രീ കീർത്തിശ്ച നാരീണാം ശ്രീവാക്ച കീർത്തിർ ശ്രീവാക്ച നാരീണാം സ്മൃതിർ മേധാ ധൃതിർ ക്ഷമ. 10:37. കീർത്തി, ശ്രീ, വാക്, സ്മൃതി, മേധ, ധൃതി, ക്ഷമ. ഇതാണ് ഒരു നാരിക്ക് ഭൂഷണം. കീർത്തി നേടണം താൽക്കാലികമായ ആദരവോ അംഗീകാരമോ അല്ല, ധർമ്മബന്ധാവിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടുള്ള കാലാതീതമായ കീർത്തി. അല്ലാതെ സേവനം ചെയ്യുമ്പോൾ അഹന്താസഹിതമായി ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവനയില്ലാതെ കർമ്മം ചെയ്യണമെന്ന് ഉപദേശിച്ച ശ്രീകൃഷ്ണ പരമാത്മാവിനെ അനവരതം പ്രണമിച്ചുകൊണ്ട് അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ, മൂഢാത്മാവാണ് ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും മൂഢാത്മാക്കളാണോ? അല്ല. അതെ, അതാണ് അതിന്റെ ഉത്തരമാണ്. അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ, മൂഢാത്മാക്കളാണ് ഞാനാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നത്. കാരണം എന്ത്? ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം ബ്രഹ്മമാണ്. ഈ ശരീരം ചലിക്കണമെങ്കിൽ, ഈ വാക്ക് നിർഗളിക്കണമെങ്കിൽ, ഈ കണ്ണ് കാണണമെങ്കിൽ, ഈ കാത് കേൾക്കണമെങ്കിൽ അതിന് അദൃശ്യമായ ഒരു ശക്തി വൈഭവം ഉണ്ടായിരിക്കണം. ആ ശക്തി വൈഭവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തെ ധരിക്കുന്ന ചേതനയെ അറിഞ്ഞുകൊണ്ട് നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ, സേവിക്കാൻ നമുക്ക് കഴിയണം. സ്വാർത്ഥത ഇപ്പോൾ ഇരിക്കുന്നുവെങ്കിൽ ഇരിക്കട്ടെ, പതുക്കെ 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 സ്വാർത്ഥത കുറച്ച് എന്റെ കുടുംബം എന്ന ഭാവന മാറ്റി എന്റെ സമൂഹത്തിലേക്ക് വളരുക, എന്റെ അയൽക്കാരിലേക്ക് വളരുക, എന്റെ രാജ്യത്തിലേക്ക് വളരുക. എന്റെ എന്ന് പറയുമ്പോൾ എന്റെ എന്ന് അസ്തമിക്കുന്ന തരത്തിൽ ഈ പ്രപഞ്ചവുമായി അഭേദമായി തീരുക. കീർത്തി എന്ന് പറഞ്ഞാൽ അവിടെ ധർമ്മകീർത്തിയാണ്. അത് ഓരോ നാരിയും വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. കീർത്തി, ശ്രീ എന്ന് പറഞ്ഞാല് ആ വെൽത്ത്, അവരവർക്ക് വന്ന് സംഭവിക്കുന്ന വെൽത്ത് എങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യുന്നത്, ദ കണ്ടന്റ്മെന്റ് വിത്ത് വിച്ച് ദ വെൽത്ത് ഈസ് ബീങ് ഹാൻഡിൽഡ്, എങ്ങനെയാണോ ധനം ഏത് തൃപ്തിയോടാണോ കൈകാര്യം ചെയ്യുന്നത്, അതാണ് ഐശ്വര്യം, ലക്ഷ്മി. കീർത്തി, ശ്രീ, വാക്, സ്ത്രീയുടെ വാക്ക് പരപ്രയോജനകരമായിരിക്കണം. അല്ലാതൊന്നും സംസാരിക്കണ്ട. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം വരെ ഒരു പ്രയോജനവുമില്ലാത്ത ചിന്തകളും വാക്കും കൊണ്ട് ഏതെങ്കിലും വ്യക്തി ജീവിക്കുന്നുണ്ട് എങ്കിൽ, നാരി ജീവിക്കുന്നുണ്ട് എങ്കിൽ അതിനെ അകറ്റുക. വാത്സല്യാ ശ്രോത്ര സുഖാഗിര, വാത്സല്യമുള്ളതും സ്നേഹം നിറഞ്ഞതും ഇമ്പമുള്ളതുമായ വാക്കുകളെ പറയുക. വാക്കീർത്തിർ ശ്രീ വാക്ച നാരീണ സ്മൃതി, വേദ ഉപനിഷത്തുകളിലെ ധർമ്മഭാഗങ്ങളെ ഓർത്തിരിക്കുന്നതിനുള്ള ശക്തി സ്മൃതി. മേധ, ധാരണ ചെയ്ത് ഓരോന്നിനെയും വിലയിരുത്തി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനുള്ള കരുത്ത് മേധ. ധൃതി, ഔത്സുക്യം, ഉത്സാഹം, ഊർജ്ജസ്വലത. ക്ഷമ, സകല ചരാചരങ്ങളും ഏകമായിരിക്കുന്ന പരമാത്മ ചൈതന്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് കണ്ണുകൊണ്ട് ആരെയും വെറുക്കാതിരിക്കുന്നതിനുള്ള ക്ഷമ. കുറ്റത്തെ വെറുത്തുകൊള്ളൂ, കുറ്റവാളിയെ വെറുക്കാതിരിക്കുക. അധർമ്മത്തെ തള്ളിക്കോളൂ, ധർമ്മ ചൈതന്യമായിരിക്കുന്ന ആ തേജസ്സിനെ കണ്ടറിയുക. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒന്നുകൂടി ഇവിടെ സാന്നിധ്യം ചെയ്ത് साध्वी निरंजन ज्योति जी, हम लोगों का राष्ट्र प्रेम इतना शक्ति रूप से, नारी की शक्ति अन्नपूर्णा देवी ही है. She is the honorable minister for state for consumer affairs ആണ്. തീർച്ചയായിട്ടും അന്നപൂർണ ദേവിയാണ്. ആ അന്നപൂർണ ദേവിജിക്കോ ബി പ്രണാം करते हुए എല്ലാവർക്കും ഒന്നുകൂടി പറയാം, ഭാരത് മാതാ കീ.
രണ്ട് വ്യക്തികളെ കൂടി ആദരിക്കുന്നു. ശ്രീ പ്രദീപ് നമ്പ്യാർ, ന്യൂഡൽഹി. അദ്ദേഹത്തെ മാഡം സ്വാതി നിരഞ്ജൻ ജ്യോതി ആദരിക്കുന്നു. Next, Sri KGN Kudup. He is the founder president of Global Nair Service Society, കേന്ദ്രീയ നായർ സേവാ സമിതി മുംബൈ. അതിൻ്റെ മുഖ്യ ചാലക ശക്തിയാണ്. മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും മികച്ച പ്രിൻസിപ്പൽ എന്നുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. Hello. Since she has to attend some other functions, she is leaving the function now. നിറഞ്ഞ കയ്യടികളോടുകൂടി എഴുന്നേറ്റ് നിന്നിട്ട് ഒരു നല്ല യാത്രയയപ്പ് നമുക്ക് നൽകാം. आपने हमारे बीच में आए, इतना अच्छा भाषण दिया, हमको उद्बोधन किया, नेशनलिज्म का अच्छा लेसन्स हमको दिखाया. धन्यवाद. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി മൗനയോഗി സ്വാമി ഹരിനാരായൺ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു.
ആദ്യമേ തന്നെ എൻ്റെ സർവ്വസങ്കല്പങ്ങളും വാക്കുകളും എൻ്റെ മാതാവും പിതാവും ഗുരുവും ഈശ്വരനുമായ ബാബയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം സമർപ്പിക്കുന്നു. സർവേശ്വരൻ്റെ ദിവ്യമായ സങ്കല്പത്താൽ ഇവിടെ വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയ നിങ്ങൾ ഓരോരുത്തരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം. വിശിഷ്യ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ അശോക് കുമാർജി ഈ യോഗത്തിൽ വളരെ ചിന്തോദ്ദീപകമായി കാര്യമാത്ര പ്രസക്തമായി നമ്മോട് സംസാരിച്ച ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി സ്വാതി നിരഞ്ജന ജ്യോതിജി, ഇവിടെ സാന്നിധ്യമരുളി നമ്മെ അനുഗ്രഹിക്കുന്ന സ്വാമിനി ജ്ഞാനാഭ നിഷ്ഠ, എല്ലാവരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഈ 11ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ 4ാം ദിവസമായ ഇന്ന് ഇവിടെ പങ്കെടുക്കാനും സേവാശ്രീ എന്ന രീതിയിൽ ഒരു ആദരവ് നേടുവാനും ഇടയാക്കിയ ഈശ്വരൻ്റെ കാരുണ്യത്തിന് മുന്നിൽ നമസ്കരിക്കുന്നു. ബാബ എപ്പോഴും പറയാറുണ്ട്, എല്ലാം ചെയ്യുന്നത് ഞാനാണ്, അതായത് ഈശ്വരനാണ് എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ചുമതലപ്പെടുത്താറ്. അതുപോലെ ഒരു ക്രെഡിറ്റ് എടുക്കൽ മാത്രമാണ് ഇവിടെ നടന്നത്. സാധനയില്ലാത്ത സേവനം ബന്ധനമാണ്. അതോടൊപ്പം സേവനമില്ലാത്ത സാധന ബാധ്യതയുമാണ്. ഇവിടെ നേരത്തെ സ്വാമിനി സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് നമ്മുടെ സ്നേഹം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത്. ഈ ലോകത്ത് ഉള്ളവൻ്റെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അതുപോലെ തന്നെ ഈ ലോകത്ത് ഇല്ലാത്തവൻ്റെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. പക്ഷെ ഈ ലോകം മനസ്സിലാക്കാത്ത മൂന്നാമത്തെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അതാണ് ഉണ്ടായിട്ടും വേണ്ടാത്തവൻ എന്ന് പറയുന്ന ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം. ഇദം നമ രാഷ്ട്രായ സ്വാഹ എന്ന് പറയുന്ന ആ ഒരു വിചാരധാരയോടുകൂടി ഈ ലോകത്തെ ഒരു കുടുംബമായി കണ്ടുകൊണ്ട് എല്ലാ ജനങ്ങളും തൻ്റെ സഹോദരന്മാരാണ് എന്ന് കണ്ടുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹമാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ വളർന്നു വരേണ്ടത്. അങ്ങനെ ലക്ഷോപലക്ഷം പൂർവ സൂര്യകളുടെ മഹത്തുക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഭാരതം വീണ്ടും അതിൻ്റെ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പണ്ടൊന്നും നമുക്കൊരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് കാവ്യുടുത്ത ഒരു സന്യാസിനി മന്ത്രിനിയായി ഭരിക്കുക എന്നുള്ളത്. നാം അതും കണ്ടു. പക്ഷേ ഇനിയും സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. ആ ഭഗവദ്ധ്വജത്തിൻ്റെ കളറുള്ള സർവം ത്യജിച്ചുകൊണ്ട് ലോകത്തിനു വേണ്ടി സമർപ്പിക്കുന്ന ആ നേതൃത്വം ഭാരതം ഭരിക്കുന്ന കാലത്തിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അതിനെ ത്വരിതഗതിയിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഹിന്ദു മഹാസമ്മേളനങ്ങൾ. ഈ സമ്മേളന വേദികളെ ജനനിബിഡമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ഇവിടെ നമ്മൾ മാത്രമല്ല വരേണ്ടത്. നേരത്തെ സ്വാമിനി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അടുത്ത തലമുറയെ, കുട്ടികളെ കൂടി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ വേണ്ടിയിട്ടും ഈ സംസ്കാരം പകർന്നു കിട്ടാൻ വേണ്ടിയിട്ടും അവരെ പ്രാപ്തരാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളവരെ വീട്ടിലിരുത്തിയിട്ട് നമ്മളിവിടെ ഹിന്ദു മഹാസമ്മേളനത്തിന് വന്നിരിക്കുമ്പോൾ കുട്ടികൾക്ക് തോന്നും
ഞാൻ വീട്ടിലിരിക്കുന്നതാണ് ഹിന്ദു മഹാസമ്മേളനത്തിന് പങ്കെടുക്കുന്നതിനേക്കാൾ പ്രാധാന്യമെന്ന് നമ്മൾ അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ചിന്ത അതാണെന്ന്. നമ്മൾ അവരോട് പറയും, നീ വീട്ടിലിരുന്ന് പഠിക്കുക, ഞാനൊന്ന് ഹിന്ദു മഹാസമ്മേളനത്തിന് പോയിട്ട് വരാമെന്ന്. അപ്പൊ ആ കുട്ടിക്ക് തോന്നും, ഞാൻ ഈ വൈദേശിക ചിന്തകൾ മുഴുവൻ പഠിച്ച് എൻ്റെ തലയ്ക്കുള്ളിൽ കുത്തി നിറയ്ക്കുന്നതാണ് ഹിന്ദു മഹാസമ്മേളനത്തിന് പോകുന്നതിനേക്കാൾ പ്രാധാന്യം എന്നുള്ളത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും കണ്ടാണ് കുട്ടികൾ അടുത്ത തലമുറ വളരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പകർന്നു കിട്ടിയ ഈ സംസ്കാരം അതിനേക്കാൾ ഉജ്ജ്വലമാക്കി അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ധർമാനുസാരികളാകുന്നത്, ധർമ്മം അനുഷ്ഠിക്കുന്നവരാകുന്നത്. ആ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് വിലയുണ്ടാകുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മളൊക്കെ ജനിച്ച വെറും ഓട്ടക്കാലണകളായി മാറും. അങ്ങനെ മാറാതിരിക്കട്ടെ, അതിന് സത്യാനന്ദ സരസ്വതി ഗുരുദേവനെ പോലെയുള്ളവരുടെ അനുഗ്രഹാശിസുകൾ നമുക്കുണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ വേദിയിൽ വന്ന് സംസാരിക്കുവാനും ഈ സേവാശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങാനും കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ പാദത്തിൽ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ എല്ലാം മുംബൈയിലെ ഗുരു കാരണവരായ ശ്രീ ലയൺ കുമാരൻ നായർ സർ ഞങ്ങളെല്ലാ കാര്യത്തിനും ആദ്യം ഓടിച്ചെല്ലുന്ന ഒരാളാണ്. അദ്ദേഹം നമ്മളുടെ സമ്മേളനത്തിന് ആശംസ നേർന്നുകൊണ്ട് ഒരു 2 മിനിറ്റ് സംസാരിക്കുന്നതാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഫംഗ്ഷനാണെന്നും. കാരണം ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്ഥാപിച്ച് ഈ പ്രബന്ധങ്ങൾ തിരുവനന്തപുരം നഗരത്തിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹിന്ദുയിസത്തിൽ പ്രയത്നിച്ച ഒരാൾ ഈ സദസ്സിലോ ഇന്ത്യയിലെ മറ്റ് ഹൈന്ദവ സംഘടനകളിലോ ഉണ്ടായിരിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാം നിർഭാഗ്യം കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് നമ്മളെ വിട്ടുവരികയാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയിൽ ഭാഗമാക്കാൻ എനിക്കും സാധിച്ചതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. അതിന് എന്നെ ക്ഷണിച്ച് എന്നെ ഇവിടെ എത്തിച്ചത് ശ്രീ രാജശേഖരൻ നായരാണ്. അപ്പം അദ്ദേഹത്തിനോടും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഉത്തരിങ്കണ്ണം മൈതാനത്ത് എല്ലാ വർഷവും ഈ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് എനിക്കറിയാം. ഞാൻ തിരുവനന്തപുരത്ത് കൂടെ വരുന്ന ആളാണ്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേക കാരണമുള്ളത്, എന്നെ അദ്ദേഹം പെട്ടെന്ന് എന്നെ കണ്ടു, ഇങ്ങനെ തിരുവനന്തപുരത്തുണ്ടോ എന്ന് പറഞ്ഞാൽ ശരി, അങ്ങനെ ഞാൻ വന്നതാണ്. പക്ഷെ വന്നപ്പോൾ ഇത് നമ്മളെ കുടുംബം, ഇത് മറ്റൊരു സ്ഥലത്തല്ല ഞാൻ പോയിരിക്കുന്നത്, എൻ്റെ സ്ഥലത്താണ്. എൻ്റെ ഗുരുവാണ് ഇതിൻ്റെ ആള്. ഞങ്ങൾ എല്ലാം അശോക് കുമാറിനെയൊക്കെ വർഷങ്ങൾ കൊണ്ട് ഞങ്ങളറിയാം. അവരൊക്കെ ഇതിലൊക്കെ പ്രവർത്തിച്ച ആളുകളാണ്. ഇപ്പോഴും നമ്മുടെ സമയക്കുറവും മറ്റു കാര്യങ്ങളും കൊണ്ട് കൂടുതൽ ഇടപെടാനും പ്രവർത്തിക്കാനും സാധിക്കുന്നില്ല എന്നുള്ള ഒരു സത്യമാണ്. പക്ഷെ ഏതായാലും എൻ്റെ എല്ലാ ആശീർവാദങ്ങളും ഈ സംഘടനയ്ക്ക് ഉണ്ട്. നമ്മളെ ഭാവി പ്രവർത്തനങ്ങളിൽ ഞാനും എപ്പോഴെങ്കിലും ഒരവസരം കിട്ടിയാൽ ഞാൻ പങ്കാളിയാകും. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ വളരെ വളരെ സന്തോഷമുള്ള ഒരാളാണ്. നിങ്ങളുടെ എല്ലാം നന്ദിയും സ്നേഹവും എപ്പോഴും എനിക്കുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എന്ത് നന്ദിയും സ്നേഹവും ഞാനും തരാൻ കടപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മളുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാതി ഗോയൽ ശർമ്മ, ജേർണലിസ്റ്റ്, സീനിയർ എഡിറ്റർ, സ്വരാജ്യ. മാഡത്തിന് നമ്മളൊരു സെപ്പറേറ്റ് സെഷനാണ്. എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് യോഗത്തിൻ്റെ ഔപചാരികമായ പരിപാടികൾ നിർത്തിയതിന് ശേഷം
ഒരു സെഷനായിട്ട് കൊടുക്കുന്നതാണോ യോഗത്തെ കണ്ടിന്യൂ ചെയ്യുന്നതാണോ നല്ലതെന്നൊരു I think separate session will be more enough, more and proper actually. So we are going to conduct a separate session for Swati Goyal Sharma. Now, ഇതിൻ്റെ കൃതജ്ഞത പറയുവാനായി ശ്രീ AKN അരുണിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ AKN അരുൺ. നമസ്തേ. ഈ സായാഹ്നം ഇത്രയും ഗംഭീരവും ഭംഗിയുമാക്കി തീർത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഇതോടുകൂടി ഔപചാരികമായ ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. Press and media, the most vulnerable part of Indian democracy. നല്ല കാര്യം ചെയ്താലും मुझे लगता है आपको हिंदी और इंग्लिश ही मालूम, मलयालम मालूम नहीं. That means even if the press do the good things, they will be attacked. And the press has shown double standards in reporting. The perspective of the press has changed. Journalists has changed. Journalism education system has changed. Now in such a situation where everything is under chaos and confusion, I think the topic given to her is transformation of press and media, changing perspectives. I think the perfect subject for her to speak. I invite Swati Goyal Sharma, journalist, senior editor, Swarajya, with very good round of applause. Thank you. Am I audible? Thank you so much for the kind introduction, sir. And thank you everyone who has come here to listen. I hope my experiences in the media and my own perspective is relevant and useful to anybody, to everyone who is listening. Okay, I think before I start my talk, maybe I can introduce myself a little. My name is Swati Goyal Sharma. I'm from Delhi, from a city near Delhi. I have about 10 years of experience as a journalist. I started with, with national English dailies like Hindustan Times and Times of India. And currently I work for Swarajya. Some time ago, I also started like a welfare organization to help the victims on whom I write about. And I don't know how many people here are on social media, but if you've heard of this handle called Gems of Bollywood, that's also co-run by me, where we call out the propaganda in Bollywood. To tell the story of how media changed, I'll share my own view on how I saw the media change and my own perspectives, how it changed.
In 2014, I was in Mumbai. I just started out as a reporter in that city, a city completely new to me. So there was a case there that was published in a national English daily, in a leading English daily, on the front page. It said that a woman was denied housing, was denied a place on rent because of her religion. The report had nothing except the girl saying that the broker, he denied her the place because he did not like her religion. Her name was Misbah Qadri. So the next day, the report was all over the place. It had become a global news. It was all over TV everywhere. To me, a very shocking thing was that the report flouted every norm of journalism I knew about. You know, you did not, like, we are not supposed to write a story based only on statement given by a person without any police complaint or without the perspective of another person, you know, of whoever she's alleging against. So I went, because I was in Mumbai, I visited the residential society in which it was claimed that she was denied a housing. And to my utter surprise, I found that there were, in fact, a lot of families of her religion living in that society. And in fact, she had been denied housing because she was not ready to pay the brokerage. So basically, the broker had given a complaint to police against her a month ago that she was illegally, staying in the place without due paperwork. So that was the story. Basically, this whole claim of being denied housing because of my religion was all a lie. So I published that report. It published in Hindustan Times. But you know, the global narrative didn't change because the report that had published saying that India, and because it happened in 2014, the entire narrative was that ever since people elected a government which was supposed to be, you know, a pro-Hindu government like the BJP, then such things have begun to happen, that people are denied housing because of their religion, and the majority is acting up, you know, is acting this way. So this is how it was my first experiences as a person who saw that, you know, just to push a narrative, people will flout every rule and they will basically, you know, they will bend all the journalistic rules just to push a narrative. Then when I went a bit in the past, I saw that it had been, in fact, the norm. You know, take up the Ram Janmabhoomi movement in the 1990s. If you look at the media coverage then, it was all against, all like anti-majority, you know, as if, in fact, there was not even a pretense of being neutral. The entire coverage was that there is a mosque and some radical people, some fanatics are claiming that there is a temple inside just to incite a minority community. That's all. It's really shocking how after so many years, when Supreme Court actually gave a verdict that there was in fact a temple inside, and the claims of the Babri committee were all false, and all the left historians who were aligned with it were actually saying were saying lies, then you know, all that narrative which they had been building in the 90s, it really comes crumbling down. But if you look at the if you look at the coverage then, it was really damning on the majority community. It was almost like, and you know, even at that time, they were painting India as a land of fanatics who were oppressing all minorities. So this was my introduction to how media was not the voice of the masses. It was not the voice of the people. In fact, it was as away from the voice of people as it could be, because what people were asking for, the media was not ready to give them a platform. And what people, in fact, you know, their truth was also being presented as lies. In fact, they were endorsing the interest of a particular interest group. In this case, the Babri Masjid Committee. You know, they were actually acting as partisan towards that group. So years have passed since then, and my view of the media has only solidified that the legacy media, which before social media was not the voice of people. It was the voice of a very specific interest group, and in most cases, it has become a tool in the hands of, you know, as a propaganda tool of an interest group. Then came social media, of course, and we know the story, how it democratized media. How it did was that people started telling their own stories. A very remarkable example of it is Kashmir.
Have you guys seen Kashmir Files film by any chance? So, see, much before the film was made, a lot of books were also written. And quite remarkably, a lot of Kashmiri Hindus had begun telling their own stories through social media. They had begun saying that whatever the mainstream and the legacy media was telling about Kashmir was all wrong, that they were, in fact, not a migration, but an exodus. And it was not just, all communities were equally targeted by terrorists. No. One community which belonged to the other religion was obviously disproportionately targeted by terrorists who were also acting in the name of religion. So this is how, social media, yes, it democratized media, as in the space to that extent that media almost became irrelevant. As a platform which spoke for people, which spoke about people, which claimed to speak for the people, it really became irrelevant. So, but the story doesn't end here, because all the old players also took to social media because they couldn't leave that space, the monopoly, or let's say the influence they had over policy making and over the global narrative. Do you know that there were headlines published this week in many publications which basically say, is India moving towards a genocide of Muslims? Do you know that Time magazine has published an article saying that a genocide of minorities is imminent in India, that India has reached grade 8 of a 10 level scale? If there's a 10 level scale on which a genocide is committed against a community, then India has reached level 8 of that community. Doesn't it shock you? Do you see it around? Do you think that's really happening? Do you look around and think that, yes, do you look around and find people actually acting so radical that they're all preparing for a genocide of a community? So these kind of lies we have reached here, how? I like to share, the how we have actually reached here. In 2020, Delhi riots broke out. So in 2020, in 2019, a lot of people protested against the Citizenship Amendment Bill, which was a humanitarian bill that sought to provide protection to minorities in Afghanistan, Pakistan, and Bangladesh. It was a long-held promise of the Indian government, and because we know they anyway keep migrating to this land, to escape persecution. So for many months, roads were blocked in Delhi. Incidentally, I also live there. And many of my relatives directly faced the brunt of all that blocking of the roads. Roads were blocked. Slogans like Khilafat 2.0 were written on the streets. People in Kerala especially have, they have faced the brunt of the Khilafat movement. Not our generation, not your generation, but people have. And the whole Mopla rebellion, it was a part of it. It was a very dark chapter in the history of this state as well. Such slogans were written on the walls, and threatening slogans too. At one point of time, they also wanted independence, not from India, but also from the majority of the community, and they said that much. So all this was playing out in the national capital city, and the entire media, all the media that has global contacts, they were just acting as PR persons of that movement. They were projecting every celebrity, every film celebrity who visited those events as a revolutionary. They presented every student from a university who gave speech there as a great student leader. They presented those people who blocked the street without, in fact, even knowing, what they were really protesting against, as some sort of really woke citizens, very like alive citizens in a country of dead people. Something like that. That's how it was all presented. And when all those, because obviously that led to animosities in the area, and especially between the two groups, the largest minority and the majority community. Or also because the media was constantly doing things that was teasing,
the people who were not protesting against CAA. People who were protesting in favor of CAA, they were really vilified. So all that led to 3-day rioting in Delhi. More than 60, like 200 people were injured, more than 50 people were killed. This is the official figure. I happened to be on the site, on that riot side, on the very day a policeman was killed and an intelligence officer was lynched by a mob. So it so happened that a relative of mine lives in that area, and he got a WhatsApp video from one of his groups, a local group. It showed a man being lynched. The man was named Vinod Kashyap, and in the video, one could hear that he was a resident of this particular colony, and he had been killed because his bike had a sticker called Jai Shri Ram. And there was a mob also visible in that video. I tracked down the street with the help of my relative, and the very next day, like I got the video at 11 p.m. because it had happened an hour earlier. Okay, the incident happened at 10 p.m. and I got the video at 11 p.m. And in the morning, I reached the venue, which was quite 1.5 hours away from my home, at 8 a.m. What I saw, I had never seen something like that in life. There was not a soul on the streets. There was just CRPF, police, the security personnel patrolling the streets. And everybody was locked inside their houses. The streets were so empty, it was impossible, because that district also happens to be the most populous district in the entire country. So that place was like desolate. And on top of it, 2 or 3 buildings were burning. They were all turning to ash as I was walking across. Suddenly a CRPF person was like, "Ma'am, what are you doing here?" I said, "I came with a driver, but the driver has run away with the car." I came with a cab. And he was like, "What are you doing? You cannot roam around. Either you accompany us and we'll drop you to the main road, or this is not safe at all." I anyway stayed on, and I spent 2-3 hours till at least some people come out on the streets. Then I went to the family, I talked to them. And that very time when I was talking to the family in which a person had been lynched the previous night, 2 people were injured. 2 people were killed like 2 kilometers away from where I was. One of them was policeman Ratan Lal, who was lynched by a mob that was anti-CAA. And another was an intelligence bureau officer. There is this corporator called Tahir Hussain in the same area. So the entire building is owned by him. A lot of people work there. And that IB officer was returning from his house, and he was dragged to a lane, and he was beaten, and he was lynched to death. That's how it happened. But if you look at the Wikipedia right now, you will see that they have explained Delhi riots as Delhi riots was a pogrom against Muslims. It was the exact sentence is that it was a 3-day rioting event in which Hindu mobs targeted Muslims. So it's no, thank you. I'm not used to this hot climate. Actually, it's as hot as in Delhi, just that it's a little more humid. I know I'm sweating like anything. Anyway, back to the story. I saw deaths like happening. I was in a spot where deaths like the majority community was happening between 1 or 2 kilometers to where I was. But still, till date, the global narrative is that a lot of Hindu mobs killed people from the minority community. So it's so sad. It's really enraging. But how did it happen? Because these social media influencers, they are totally in cahoots with some global voices that are bent on maligning India as a place where a genocide is impending. So it's so bad that every day there is a new report saying democracy has slid so many places. Democracy is being eroded in India, and of course the genocide theory they keep pushing about, and freedom of press is so low that journalists are being killed and suppressed and stuff. So like the global image of India, they have made it so bad that as if everybody is here involved in
in targeting a particular community, whereas the true story is that there is a conflict and every community, I mean, both the communities are actually sufferers. You know, I was today coming in the flight from Delhi to Kerala, and I found a person who is from this state, but he works in Yemen. And I just happened to ask him, do you follow news in India? He said, not really, but I know the situation is very bad. I know that, you know, there is a lot of religious conflict and these Hindutva people are going about in streets, you know, killing people. I said, are you crazy? When was the last time you visited India? He said, 5 years ago. He said, in 5 years, this is my first visit to India, and I've been traveling 2 days. And this is just, I know. I said, what is your source of this information? Do you follow any particular channel or any particular newspaper? He said, no, I get these things on social media. So this is how he's consuming his news, and this is how a global narrative is being painted. Like as we talk here, as we sit here, as we go about doing our jobs, really, like a lot of big section of the global media is full of these, these dark tales about this country and really vilifying narratives about the majority of this community, which is essentially peaceful. All our religious festivals are being painted as excuses to target a minority community. All sort of, even these kind of events are being painted as just excuses to plan a sort of genocide of other communities. So this is how bad the situation is. And as I said, how did we reach here? It's because, first of all, the media, the legacy media was very dishonest. It was never the voice of the community. Secondly, when social media emerged and the media was democratized, then even that was hijacked by these players with global powers, because they are big. And have you seen something? I don't know how many people are on social media, but let's say if a case comes up, or if somebody like a very stray episode in any part of the country, let's say some cow smuggler was going in the night and some villagers beat him up. These kind of incidents are like, you'll find it suddenly the next day they will appear in a very coordinated manner in the global media, whereas deaths of so many people will never appear. Imagine a case like Shraddha. I don't know how many people have heard, but have you heard of Shraddha Volkar, a girl from Maharashtra who was killed by her live-in boyfriend Aftab? This case never made it to global media, despite so much outrage in India about it, because it was part of a pattern. But a very small case, of, let's say, a smuggler being beaten, that makes it to global media in no time. And and not just it makes it to the global media, but it also becomes another entry, another let's say, addition to this, to this whole narrative that there is a genocide going on. So I feel that's a very scary picture, because these things have implications. Because this is actually a form of anarchy. So what is happening right now in India is, because some old legacy media has lost its space and lost its position as as somebody who had monopoly on information, they have now become, it seems like they're pushing anarchy. And you see it everywhere. Anywhere there is an event, like if they have to protest against CA, then it will be turned into an event where is basically a whole coordinated event to bring down the government. If there is a farmer protest going on, you will see a picture of Bhindranwale being put up, who was an out-and-out Khalistani propagandist. And when whistleblowers on social media, they point it out, then those people are vilified as with very bad labels like, Godi media, or words fascist. This is a new term. No, not actually a new term. This has been in place quite a while for Hindu nationalists. But this is how every voice that is speaking against anarchy is being subdued, is being vilified, and is being silenced. So what we have to really check out against is this growing design for anarchy in this country.
Now, I'll also like to say, like, I have spoken about the problems in media and in social media and how everything is towards, moving towards the dream state of anarchists. And, they want to pull down this government anyhow. But it's not just about pulling down this government. It's also about pulling down the people who elected this government. See, if it was only about a particular prime minister of a particular a particular political party, it wouldn't be so bad. But then right now what's happening is anybody who elected that government is also being maligned, and which basically means the entire country is being maligned. What I have seen in media is, like, right now it's a site of gang war, even on social media. The entire effort is not to push any national interest, anything of national interest, but no, it's like, pulling each other down or labeling people. And basically it seems like it's a site of gang war. So I wouldn't blame anybody if they do not trust news or media these days. One second. I'm sorry, I think something got in my eye. One second. Yeah, sorry. So, to continue the point I was saying that the thing is, the media as an industry has to go back to its root. Media, the very definition of media is recording of daily events and collecting of information and presenting it to the public, saying it as it was, without and also being very neutral about it. You cannot just keep on giving one kind of information, one kind of cases only. So what I think is that, first of all, media has to go to a space where yeah, where it goes back to its roots. That's how people will start trusting media, and that's how media will also play a role, a constructive role, instead of being a nuisance and being an enabler of animosity between communities. And secondly, people it has to stop being a site of gang war. People have to talk to each other, and like, the whole space has to be less partisan, and uh, basically there should be a common goal of nation building and a common goal of harmony. That's how we can say that media is really like a fourth pillar of democracy, because right now it seems more like a tool of anarchy than playing any constructive role. Thank you. Thank you for giving such a informative speech on this particular subject. As I said earlier, this is one area where complete, continuous, constant conflict takes place. You are thrown light into all that things. On behalf of Hindu Dharma Parishad, I express my gratitude for you to shed the light on these shortcomings and perspective. Thank you.